വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനകൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരോടുമായി നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഏലിയായും മോശയും യേശുവും ഒരുമിച്ച് ഇനി ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന, പ്രത്യേകിച്ച് യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനത്തെക്കുറിച്ച് രൂപാന്തരീകരണ സമയത്ത് സംസാരിച്ചിരുന്നു. യേശു മലയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഈ ശിഷ്യന്മാരോടായി പറയുന്നു, നിങ്ങൾ ഇവിടെ കണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക, രഹസ്യമായിട്ട് വെക്കുക. എന്തുകൊണ്ടാണ് യേശു അവരെ ഇത്തരണത്തിൽ താക്കീത് ചെയ്യുന്നത്? യേശു വ്യക്തമായി ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കണ്ട കാര്യങ്ങൾ ആരോടും പറയരുത്. പ്രത്യേകിച്ച് ഉത്ഥാനം വരെ ഈ കണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശു പറയുന്നുണ്ട്, ഗ്രാമത്തിൽ പ്രവേശിക്കരുത്, നീ നിനക്ക് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൽ ബധിരനെ സുഖപ്പെടുത്തിയ ശേഷവും യേശു പറയുന്നുണ്ട്, യേശു അവനെ താക്കീത് ചെയ്യുന്നുണ്ട്, നിനക്ക് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ച് ആരോടും പറയരുത്. വീണ്ടും 8-ാം അധ്യായത്തിൽ പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ യേശു പറയുന്നുണ്ട്, നീ ഇത് ആരോടും പറയരുത്. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉടനീളം കാണുന്ന ഒരു പൊതുവായ സ്വഭാവമാണ്, യേശു എല്ലാ അത്ഭുതത്തിനു ശേഷവും ആ വ്യക്തിയെ താക്കീത് ചെയ്യുന്നുണ്ട്, നീ ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയരുത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലും ഈ ശിഷ്യന്മാരോടും പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ കണ്ട കാര്യങ്ങൾ ആരോടും പറയുന്നത്? ഈ രഹസ്യാത്മകത എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ രഹസ്യാത്മകത എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിലൂടെ, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഈ രഹസ്യാത്മകത എന്നത് യേശു എന്ന വ്യക്തിയിൽ നിന്ന് മിശിഹായിലേക്കുള്ള ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യേശുവിൻ്റെ സൗഖ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങിയവരെല്ലാം യേശു എന്ന വ്യക്തിയെ യേശുവിൽ നിന്ന് മെശിഹായായി അവർ സ്വീകരിച്ചു. ഇസ്രായേൽ ജനം എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഒരു മെശിഹായുടെ വരവിനായിട്ട്. പ്രിയമുള്ളവരെ, മെശിഹ എന്ന തിരിച്ചറിവ് മറ്റൊരു വ്യക്തി പറഞ്ഞ് അറിയേണ്ട ഒന്നല്ല. ഒരുവൻ സ്വയം ജീവിതത്തിൽ കണ്ടെത്തേണ്ട, മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട വിശ്വാസ സത്യമാണ്. ഈ മിശിഹ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പീഡാനുഭവത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് മാത്രമേ മിശിഹ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ വിട്ടുകിടക്കലുകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഒരു അവസരമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കാം. പീഡാനുഭവത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ പേറുന്നവർ മാത്രമേ മിശിഹ അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മിശിഹ അനുഭവത്തിലേക്ക് വളരുവാൻ ഇന്നത്തെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നത് അത് യേശുവിൽ നിന്ന് മിശിഹായിലേക്കുള്ള ഒരു കണ്ണെത്തലായിട്ട് മാറ്റാനായിട്ട് പരിശ്രമിക്കാം. അതിനായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.